ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹയർ ഡോട്ട്സ്. ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷിലെ വൊക്കാബുലറിയാണ്, ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ്. ഇതിൻ്റെ പാർട്ട് 1 ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അല്ലെങ്കിൽ മുകളിൽ വരുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇഡിയമാണ് എ ഹോട്ട് പൊട്ടറ്റോ. എ ഹോട്ട് പൊട്ടറ്റോ. ഹോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചൂടാണ്, പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഉരുളക്കിഴങ്ങ്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ നാട്ടിൽ ചൂടുള്ള വാർത്ത എന്ന് പറയാറുണ്ട്. എന്തിനെയാണ് നമ്മൾ ചൂടുള്ള വാർത്ത എന്ന് പറയാറുള്ളത്? അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസിനെയോ ന്യൂസിനെയൊക്കെയാണ് നമ്മൾ ചൂടുള്ള വാർത്ത എന്ന് പറയാറുള്ളത്. അതുതന്നെയാണ് ഈ ഇഡിയമിൻ്റെ മീനിങ്. ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ഇഷ്യൂ അല്ലെങ്കിൽ സെൻസിറ്റീവ് ന്യൂസ്, അതും അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ, ഇതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ന്യൂസ്, ഇതിനെയാണ് നമ്മൾ ഹോട്ട് പൊട്ടറ്റോ എന്ന് പറയാറുള്ളത്. അടുത്തതാണ് കോഷ് പൊട്ടറ്റോ. കോഷ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഒരു മടിയനായ വ്യക്തിയാണ്. ഇദ്ദേഹം ഏത് സമയം ടി വിയുടെ മുന്നിൽ തന്നെ ആയിരിക്കും. അതായത് ടി വി കണ്ട് സമയം കളയുന്ന ഒരു മടിയനായ വ്യക്തിയെയാണ് നമ്മൾ കോഷ് പൊട്ടറ്റോ എന്ന് പറയുക. അതായത് എ ലേസി പേഴ്സൺ ഹു സ്പെൻഡ്സ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ടി വി. ഓൺ വാച്ചിങ് ടി വി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ടി വി കണ്ട് സമയം കളയുന്ന മടിയനായ വ്യക്തിയെയാണ് നമ്മൾ കോഷ് പൊട്ടറ്റോ എന്ന് പറയുക. അപ്പോൾ നമ്മൾ 2 പൊട്ടറ്റോസ് ആണ് പഠിച്ചത്. ഒന്നാമത്തെ ഹോട്ട് പൊട്ടറ്റോ. ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ന്യൂസ് ആണ്. അതുപോലെ കോഷ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലേസി പേഴ്സൺ ഹു സ്പെൻഡ്സ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ടി വി. ഓക്കെ ആണല്ലോ. അടുത്തതാണ് എ ബേക്കേഴ്സ് ഡസൻ. ബേക്കേഴ്സ് ഡസൻ നമുക്കറിയാം, ഡസൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് ഓഫ് 12 ആണ്. അതായത് 12ൻ്റെ സെറ്റിനെയാണ് നമ്മൾ ഡസൻ എന്ന് പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ബേക്കേഴ്സ് ഡസൻ? ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് 30, അതായത് 13 എണ്ണത്തിനെ ചേർത്തിട്ടാണ് നമ്മൾ ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഈ പറഞ്ഞ പോലെ ബേക്കേഴ്സൊക്കെ അവർ ബ്രെഡ് ലോഫ്സ് കൊടുക്കുമ്പോൾ 12 എണ്ണം കറക്റ്റായിട്ട് ഉണ്ടാവാറില്ലായിരുന്നു. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ അവർക്കുള്ള പണിഷ്മെൻറ്റ് കർശനമാക്കിയ സമയത്ത് അവർ ആ പണിഷ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 12 അല്ല, ഒരെണ്ണം എക്സ്ട്രാ വെക്കും. അതായത് 13 എണ്ണം വെക്കും. അതായത് 12 എണ്ണം ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടി, ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളതിനൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവർ 13 എണ്ണം ആക്കിയിട്ടാണ് ബ്രെഡ് ലോഫ്സ് പാക്ക് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ഈ ബേക്കേഴ്സ് ഡസൻ എന്നുള്ളത് 13 എന്നുള്ള നമ്പറായിട്ട് മാറിയത്. ഓക്കെ ആണല്ലോ. അടുത്തതാണ് അറ്റ് ദി 11th അവർ. അതായത് നമുക്കറിയാം 11th അവർ എന്ന് പറഞ്ഞാൽ 11ാം മണിക്കൂർ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതായത് ലാസ്റ്റ് പോസിബിൾ മൊമെൻറ്റ്. ഓക്കെ, ലാസ്റ്റ് പോസിബിൾ മൊമെൻറ്റ്, അവസാന നിമിഷം, അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം, ലാസ്റ്റ് പോസിബിൾ മൊമെൻറ്റ്. അടുത്തതാണ് ഡച്ച് കറേജ്. ഡച്ച് കറേജ്. കറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധൈര്യം അല്ലെങ്കിൽ ബ്രേവറി. ഡച്ച് കറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോൾസ് സെൻസ് ഓഫ് ബ്രേവറി ഫ്രം ലിക്കറിങ്. അതായത് ലിക്കറിങ് അല്ലെങ്കിൽ ലിക്കർ കഴിക്കുന്ന സമയത്ത് നമുക്കുണ്ടെന്ന് തോന്നുന്ന തെറ്റായിട്ടുള്ള ഒരു ധൈര്യം തോന്നാറുണ്ട് നമുക്ക്. അങ്ങനെയുള്ള ധൈര്യത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു തെറ്റായ സെൻസ് ഓഫ് ബ്രേവറിയെയാണ് നമ്മൾ ഡച്ച് കറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻസ് ഓഫ് ബ്രേവറി, ഫോൾസ് സെൻസ് ഓഫ് ബ്രേവറി എന്ന് പറയണം. ഓക്കെ, ഫോൾസ് സെൻസ് ഓഫ് ബ്രേവറി ഫ്രം ലിക്കറിങ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡച്ച് കറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഹോട്ട് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെൻസിറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ന്യൂസ്. അതുപോലെ കോച്ച് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലേസി പേഴ്സൺ ഹു സ്പെൻഡ്സ് ടൈം ഓൺ വാച്ചിങ് ടി വി. ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് 13 ആണ്. അതുപോലെ അറ്റ് ദി 11th അവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് പോസിബിൾ മൊമെൻറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഡച്ച് കറേജ്, ദാറ്റ് ഈസ് ഫോൾസ് സെൻസ് ഓഫ് ബ്രേവറി ഫ്രം ലിക്കറിങ്. ഓക്കെ, അടുത്ത സെറ്റ് നമുക്ക് നോക്കാം. ബി ഇൻ ദ റെഡ്. ഇനി നമ്മൾ കളേഴ്സ് വെച്ചിട്ടാണ് പറയുന്നത്. ബി ഇൻ ദ റെഡ്. റെഡ് എന്ന് പറഞ്ഞാൽ ചുവന്ന കളറാണ്. എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡേഞ്ചറാണ് അല്ലേ, അപകടത്തെ സൂചിപ്പിക്കുന്ന കളറാണ് റെഡ് എന്ന് പറയുന്നത്. ബി ഇൻ ദ റെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ കാശില്ലാതെ ഉണ്ടാകുന്ന അവസ്ഥ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നു, കയ്യിൽ കാശില്ല, നമ്മൾ പെട്ടുപോയി. അതായത് ഇതിൻ്റെ കറക്റ്റ് മീനിങ് അല്ല ഞാൻ പറയുന്നത്, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കണക്ഷൻസ് ആണ്. അപ്പോൾ ആ രീതിയിൽ മാത്രമേ നിങ്ങളിതിനെ കാണാവുള്ളൂ. ബി ഇൻ ദ റെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശില്ലാതാകുന്ന അവസ്ഥ, അതായത് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, അത്രയും മാത്രം ഓർത്താൽ മതി. ഫിനാൻഷ്യൽ ലോസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫിനാൻഷ്യൽ ലോസ്, നമ്മുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡേഞ്ചർ സിറ്റുവേഷനിലാണ്. അടുത്തതാണ് ടു ബി ഇൻ ദ ബ്ലൂസ്. അതായത്
ബ്ലൂസ് എന്ന് പറഞ്ഞാൽ നീലയാണ്. പക്ഷേ ടു ബി ഇൻ ദ ബ്ലൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ബി ഡിപ്രസ്ഡ്. നമ്മൾ ഡിപ്രസ്ഡ് ആകുന്ന ഒരവസ്ഥ, അതായത് വിഷാദമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ടു ബി ഇൻ ദ ബ്ലൂസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓർത്ത് വെക്കാനായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് ഇപ്പോൾ ഹീറോയോ ഹീറോയിനോ ആർക്കാണെങ്കിലും ഒരു വിഷമം വരുന്നു, അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ അവർ ബീച്ചിൽ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് സിനിമകളിൽ. അതായത് അതിൻ്റെ സ്ക്രിപ്റ്റാണ് അങ്ങനെ കാണിക്കുന്നത്. അതായത് ബ്ലൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിൻ്റെ നിറം എന്താണ്? നീലയാണ്. അപ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആകുന്ന അവസ്ഥയിൽ കടൽ തീരത്ത് പോയിരിക്കുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. അപ്പോൾ ടു ബി ഇൻ ദ ബ്ലൂസ് എന്ന് പറഞ്ഞാൽ ടു ബി ഡിപ്രസ്ഡ് എന്നാണ്. ഓക്കെ അല്ലേ? അടുത്തതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. നമുക്ക് എല്ലാവർക്കും അറിയാം, പലവട്ടം PSC ചോദിച്ചിട്ടുള്ളതാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വെരി റെയർലി, വളരെ വിരളമായിട്ട്. ഓക്കെ, വെരി റെയർലി. ഓക്കെ, അടുത്തതാണ് അറ്റ് സീ. അറ്റ് സീയും ഇതുപോലെ തന്നെയാണ്, കൺഫ്യൂസ്ഡ്, അതായത് കൺഫ്യൂസ്ഡ് ആകുന്ന അവസ്ഥ. അപ്പോൾ അറ്റ് സീ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. ഓക്കെ, ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. അടുത്തതാണ് ഫ്രഞ്ച് ലീവ്. നമ്മൾ നേരത്തെ ഡച്ച് കറേജ് പഠിച്ചായിരുന്നു, അതുപോലെ വരുന്നതാണ് ഫ്രഞ്ച് ലീവ്. ഫ്രഞ്ച് ലീവ് എന്ന് പറഞ്ഞാൽ പെർമിഷൻ ഇല്ലാതെയുള്ള ആബ്സെൻസ്. ഓക്കെ, പെർമിഷൻ എടുക്കാതെ നമ്മൾ എവിടെന്നെങ്കിലും പോകുന്നതിനെയാണ് നമ്മൾ ഫ്രഞ്ച് ലീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബി ഇൻ ദ റെഡ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ലോസ് ആണ്. ടു ബി ഇൻ ദ ബ്ലൂസ് ഇസ് ടു ബി ഡിപ്രസ്ഡ്. ആൻഡ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഇസ് വെരി റെയർലി, അതായത് വളരെ വിരളമായിട്ട്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ അറ്റ് സീ. അറ്റ് സീ എന്ന് പറഞ്ഞാൽ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. ആൻഡ് ഫ്രഞ്ച് ലീവ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് വിത്തൗട്ട് പെർമിഷൻ. ഓക്കെ, ഓക്കെ ആണല്ലോ. അടുത്തതാണ് ബൈ ദ ബുക്ക്. ബൈ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ റൂൾസ് എന്നാണ് പറയുക. അക്കോർഡിംഗ് ടു ദ റൂൾസ്, അതായത് നിയമപ്രകാരം. ഓക്കെ, റൂൾസ് അനുസരിച്ച്. ബൈ ദ ബുക്ക്, നമ്മൾ റൂൾസ് എഴുതി വെക്കുന്നത് ബുക്കിലാണല്ലേ. അപ്പോൾ ബൈ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ആ റൂൾ അനുസരിച്ച് എന്നുള്ള രീതിയിലാണ് ബൈ ദ ബുക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് കിക്ക് ദ ബക്കറ്റ്. ഇത് PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡൈ, മരിക്കുക. ഓക്കെ, അപ്പോൾ കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡൈ, അതുപോലെ ബൈ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ റൂൾസ്.